ആളുകൾക്കും കഴിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു ഐറ്റമാണ് ചപ്പാത്തി. എന്നാലും ആളുകളൊക്കെ കൂടുതൽ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ മിക്ക വീടുകളിലും രാത്രി ഡിന്നറായിട്ട് ചപ്പാത്തി ആയിരിക്കും അല്ലേ. അപ്പോൾ നല്ല കറിയില്ലെങ്കിൽ ചപ്പാത്തി കഴിക്കാനേ പറ്റില്ല. സ്ഥിരം ഒരേ ഫ്ലേവറിൽ ചപ്പാത്തി കഴിക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. അപ്പം അങ്ങനെ മടുത്തിരിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ചപ്പാത്തിയാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരുപാട് സമയം നിങ്ങളുടെ അപഹരിക്കാത്ത വെറും 4 മിനിറ്റിൽ ഒരു കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ബട്ടൺ തീർച്ചയായും പ്രസ് ചെയ്യണേ. അപ്പോൾ ഈ ചപ്പാത്തി കഴിച്ചാൽ വേറെ ഒരു കറിയും വേണ്ട, വെറുതെ നമുക്ക് കഴിക്കാം. ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമ്മൾ 200 ml ഗ്ലാസ്സിൽ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്തു. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ച് ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കുക. അപ്പോൾ അതാ ചപ്പാത്തി മാവ് കുഴയ്ക്കുന്ന പോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു വലിയ പൊട്ടറ്റോ ചെറുതായി നൈസായി അരിഞ്ഞത് ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റുക, ഉപ്പ് ചേർത്തിട്ട് വഴറ്റുക. ഇതൊന്ന് വെന്ത് തുടങ്ങാൻ പാകമാകുമ്പോൾ അതിലേക്ക് 1 കപ്പ് ക്യാരറ്റും 1 കപ്പ് സവാളയും ചെറുതായിട്ട് കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് വെന്ത് വരുന്നവരെ വഴറ്റിയെടുക്കുക. ഉപ്പിപ്പോൾ കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മളതിന് ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. നല്ല കളർഫുള്ളായില്ലേ. അപ്പോൾ അതാ റെഡിയായി, നമ്മുടെ മിക്സ് റെഡിയായി. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ടർമറിക് പൗഡറും 1/2 ടീസ്പൂൺ മീറ്റ് പൗഡറും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. മീറ്റ് മസാല ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതുകൂടി ചേർത്ത് അതൊന്ന് മൂത്തു. അപ്പോൾ അത് റെഡിയായി. ഇനി നമ്മൾ ആ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമ്മുടെ ചപ്പാത്തി മാവ് കുഴച്ചതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നമ്മൾ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ഈക്വലി എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അത് കുഴച്ചെടുത്തു. നമ്മൾ ഓരോരോ ഉരുളകളാക്കി പരത്തിയെടുക്കുക. അപ്പോൾ തീരെ നൈസാക്കി പരത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ചെറുതായിട്ട് ഇച്ചിരി കട്ടിക്ക് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ കല്ലിലൊട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ നല്ലതായിരിക്കും. എന്നിട്ട് ഇതുപോലെ പരത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ തവയിലിട്ട് ആദ്യം കുറച്ച് നെയ്യ് തടവി കൊടുത്തു. അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ട് 2 വശവും നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പം മുതിർന്നവർക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നെയ്യ് നമുക്ക് ഒഴിവാക്കാം. ആകെ ആ വെജിറ്റബിൾ സോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എണ്ണ മാത്രം മതി, വേറെ ഒരെണ്ണയും ആഡ് ചെയ്യണ്ട. നോൺ സ്റ്റിക്ക് ചട്ടിയാണെങ്കിൽ പിന്നെ എണ്ണയുടെ ആവശ്യമില്ലല്ലോ. അതുപോലെ 2 വശവും ചെറിയ തീയിലിട്ട് വേവിച്ചെടുക്കുക. പെട്ടെന്നാവും, കാരണം വെജിറ്റബിൾസൊക്കെ ഓൾറെഡി വെന്തതാണല്ലോ. അങ്ങനെ വേവിച്ചെടുക്കുക. നല്ല ഉഗ്രം ചപ്പാത്തിയാണ്, വെറുതെ കഴിക്കാം, ഒരു കറിയും വേണ്ട. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.